അപ്പോൾ ഗായ്സ് നമുക്കിപ്പം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മീൻ മുളകിട്ട കറിയും നല്ല മീൻ ഫ്രൈയുമാണ് ആക്കാൻ പോകുന്നത്. ഞാൻ സ്കൂളിൽ പോയിന്, അമ്മയാണ് ഇതൊക്കെ ആക്കുന്നത്. നമ്മുടെ പച്ച നല്ല മീൻ പെട്ടക്കുന്ന മീൻ പോലത്തെ സാധനം ഇവിടെ നമ്മൾ കഴുകാനിട്ടിട്ടാണുള്ളത്. കഴുകിയിട്ട് നമ്മൾ മുളകൊക്കെ തേച്ച് സെറ്റാക്കിയിട്ട് കറി വെക്കുന്നു ഗായ്സ്. അപ്പൊ ഇത് മുഴുവനൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലേ കാശി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം. നമ്മളിതിപ്പോൾ മുറിക്കുകയാണ്. ആരാ മുറിക്കുന്നത്? അമ്മമ്മ. അമ്മമ്മ മുറിച്ച് നല്ല അടിപൊളിയാക്കി വെക്കുന്നുണ്ടല്ലേ. നല്ല അടിപൊളിയാണല്ലോ. ഇതേതാ മീൻ? മത്തിയാണ് ഗായ്സ്. അത് പറയുമ്പോ ഒരാളെ പേരെനക്ക് ഓർമ്മ വന്നു. മത്തി സുഗു. അപ്പൊ നമുക്കിത് കറിയാക്കാം. വെറുതെ കൊണ്ടുപോയിട്ട് കറിയാക്കുന്നത് ഇതാണ് ഗായ്സ്. നമുക്ക് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉലുവ ഇട്ടുക, കറിവേപ്പില ഇടുക, വരട്ടുക. എന്നിട്ട് നമ്മളെ നല്ല മത്തി അതിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കാനായിട്ടില്ല കാശി. കൊടുക്കുന്നതിന് മുമ്പ് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇത് ഉള്ളിയെല്ലാം ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെയല്ലേ, ഏതെല്ലാം പൊടികളായിരിക്കും വേണ്ടി വരുക? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. മീൻകറിക്ക് ഗരം മസാല ഇല്ലടാ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. നല്ലോണം പൊടികൾ നല്ലോണം ചൂടാക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ആഡ് ചെയ്യാം? തക്കാളി മിക്സിയിലിട്ടടിച്ച ഗ്രേവി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നല്ലോണം വഴറ്റിയെടുത്ത് എണ്ണ തെളിയുന്ന വരെ വഴറ്റുക. അതിനുശേഷം നമുക്ക് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളി കൂടി പിഴിഞ്ഞെടുത്ത് ആ പുളിവെള്ളം ഇതിലേക്ക് ചേർക്കുക. ഏത് പുളിയാണ് ചേർത്തത്? വാളംപുളി. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമ്മുടെ ഗ്രേവി എന്താവണം? തിളയ്ക്കണം. എന്നിട്ട് നമ്മുടെ നല്ല മുളകൊക്കെ തേച്ച് വെച്ച മീൻ അതിനകത്ത് ഇട്ടു ഗായ്സ്. കിട്ടിയില്ല. കാണുമ്പോ തന്നെ എല്ലാവർക്കും വെള്ളം ഊറും വായിൽ. നല്ല കളർഫുൾ റെഡ് സാധനമാണ് ഗായ്സ്. പിന്നെ ഈ മുളക് പൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗായ്സ്. ഈ മുളക് പൊടി 1 ഇഞ്ച് ഇട്ടാൽ മതി, നല്ല എരിവുണ്ടാവും ഗായ്സ്. അപ്പോൾ നമ്മുടെ സാധനം തിളക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറി തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാ നല്ല സൂപ്പർ ചാള മുളകിട്ടത് റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കുറച്ച് ചാളയെടുത്ത് ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടാക്കും. എണ്ണ പരട്ടിയിട്ട് ചൂടാക്കും. ശേഷം കറിവേപ്പില ഇടും. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ടല്ലേ. ശേഷം മീന് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കും ഗായ്സ്. നല്ല കിടിലം സാധനമാണ് ഗായ്സ്. ഞങ്ങൾക്ക് ഇത് കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണം, ഞാൻ ഇതേ തിന്നു ഗായ്സ്. അത് ശരിയാ. നല്ല മീൻ പൊരിച്ചതും ചോറും നല്ല ചാളക്കറിയും. അപ്പൊ നല്ല മത്തി നല്ലോണം മൊരിച്ചെടുക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട, ഹെൽത്തിന് നല്ലതല്ല. അപ്പൊ കുറച്ച് എണ്ണയിൽ നമുക്ക് അങ്ങ് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ എങ്ങനെ വേണമെങ്കിലും പൊരിക്കാം ഗായ്സ്. നമുക്ക് മുളകും മഞ്ഞള് ഉപ്പ് കുരുമുളക് പൊടി മാത്രം മതി. അപ്പൊ ഇതാ അപ്പൊ നല്ലോണം മീൻ മൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചിടുന്നുണ്ട് ഗായ്സ്. ആ മൊരിഞ്ഞ ഭാഗം നിങ്ങളായിരിക്കും നോക്കിയേ. അടിപൊളിയായിരിക്കും. നമ്മൾക്ക് കാണുമ്പോ തന്നെ ഇപ്പൊ വളർന്നു വയറിപ്പടുത്ത് തിന്നുന്നോളം നിങ്ങൾക്ക് തോന്നും ഗായ്സ്. അടിപൊളി ചാള വറുത്തത്. ചാള വറുത്തതും ചാള മുളകിട്ടതും
അപ്പം നമുക്കിവിടെ റെഡിയായി അല്ലേ. ഇനി ഈ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ നമ്മൾ അടിപൊളി ചാള ഫ്രൈ റെഡിയായി. അപ്പോൾ ഈ ചാള ഫ്രൈ അന്ന് മീനിനെ കൊണ്ട് ഒരു ചിക്കിച്ചിതക്കിയ ഒരു വറവുണ്ടാക്കിയിരുന്നു ഗൈസ്. ഇതതുപോലെയല്ല, ഇത് നല്ല അടിപൊളി ചാള വറുത്തതാണ്. അപ്പം നമുക്ക് ഈ ചാള വറുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ ഈ പാനിൻ്റെ അകത്ത് കുറച്ച് ചോറൊക്കെ ഇട്ട് അങ്ങ് പെരട്ടി കഴിച്ചാൽ എങ്ങനെയായിരിക്കും കാശി? പറയുമ്പോ തന്നെ വായിന് വെള്ളം ഊർന്നു ഗൈസ്. അപ്പൊ അടിപൊളി ചാള വറുത്തത് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പൊ എല്ലാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം. കഴിഞ്ഞ ഗൈസ് നമ്മുടെ മീൻ പൊരിച്ചത് സെറ്റ് ആയിട്ടുണ്ട്. അല്ല അടിപൊളി മീൻ വറുത്തതും മീൻ മുളകിട്ട കറിയും ചോറും ഗൈസ് റെഡി.